തുറന്നു പറയാലോ മുരളിയേട്ടാ, ആ ആത്മബന്ധം തന്നെയാ ഞങ്ങളുടെയും പ്രശ്നം. ഇപ്പൊ ആ കുട്ടി ആണാകാൻ ആഗ്രഹിക്കുന്നു എന്നുകൂടി കേട്ടപ്പോ എന്താ പ്രശ്നമെന്നൊക്കെ ഏറെക്കുറെ മനസ്സിലാകുകയും ചെയ്തു. പോരാത്തതിന് അങ്ങനൊരു ശ്രുതി കോളേജിൽ അവരെക്കുറിച്ച് ഇപ്പൊ തന്നെ ഉണ്ടല്ലോ. ഞങ്ങളോടൊന്നും പറഞ്ഞില്ലെങ്കിലും അരുണും വലിയ സങ്കടത്തില. കിഷോർ, അപ്പുവുമായി കുഞ്ഞുനാൾ മുതൽ തുടങ്ങിയ കൂട്ടാണ് മാളുവിൻ്റേത്. എന്നുവെച്ച് ആ ഫ്രണ്ട്ഷിപ്പ് നിങ്ങളാരും പേടിക്കുന്നത് പോലെ മോശപ്പെട്ട രീതിയിലേക്കൊന്നും പോയിട്ടില്ല. പോകാൻ ഞങ്ങളോട്ട് സമ്മതിക്കുകയില്ല. മാളുവിനെ അങ്ങനെ ഞങ്ങൾ വളർത്തിയിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് താല്പര്യമില്ലേ വേണ്ട. ഞാൻ ഏതായാലും എൻ്റെ മകളുടെ വിവാഹം ഉടനെ തന്നെ നടത്താൻ തീരുമാനിച്ചു. അരുണല്ലെങ്കിൽ അതുപോലെയോ അതിനേക്കാൾ യോഗ്യനായ മറ്റൊരാൾ, അത്രേ ഉള്ളൂ. തുറന്ന് സംസാരിച്ചുകൊണ്ട് മുരളിയേട്ടൻ എന്നോട് വിഷമം തോന്നരുത്. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ ഭാഗത്തുനിന്നുള്ള ആശങ്ക മുരളിയേട്ടനോട് ഷെയർ ചെയ്തെന്നേ ഉള്ളൂ. ഏതായാലും ഞാൻ വീട്ടിൽ ചെന്ന് അപർണ അരുണുമായിട്ടൊന്ന് ആലോചിക്കട്ടെ, എന്നിട്ടേ വിളിക്കാം. എന്താ? ശരി, പക്ഷേ തീരുമാനം എത്രയും പെട്ടെന്നൊന്ന് അറിയിച്ചാൽ കൊള്ളാം. ഷുവർ, ഞാൻ വിളിക്കാം. പറ്റിയ ഇന്ന് തന്നെ. ഓക്കെ ഓക്കെ. ഇപ്പം നീ ഇങ്ങനെ ഷോക്ക് അടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല മച്ചു. അവള് നിന്നെ തേക്കൂന്ന് അന്നേ ഞങ്ങൾ നിനക്ക് വാണിംഗ് തന്നെയല്ലേ. അന്ന് നീ അതൊന്നും കേൾക്കാൻ കൂടി നിന്നില്ല. എന്നിട്ടിപ്പോൾ എന്തായി? അനുഭവിച്ചോ? ശരിക്കും അനുഭവിച്ചോ മോൻ? എടാ സാംകുട്ടി, നീ വെറുതെ എരുതിയിൽ എണ്ണ ഒഴിക്കാൻ നിക്കല്ലേ. ചെക്കൻ ആകെ കൂടി ചങ്ക് കലങ്ങി നിക്കുവാ. കലങ്ങോലോ? അമ്മാതിരി തേപ്പല്ലേ അവള് തേച്ചിട്ട് പോയത്, അതും ഈ ലാസ്റ്റ് മിനിറ്റിൽ. നമ്മുടെ മുമ്പിൽ ഇവൻ ശശിയായത് പോട്ടെ, സ്വന്തം വീട്ടുകാരുടെ മുമ്പിൽ ബഫൂണായില്ലേ ഇവൻ. എന്തൊക്കെയായിരുന്നു എൻഗേജ്മെന്റ്, ഫ്രണ്ട്സിന് ട്രീറ്റ്. മതിയടാ, സുമി പറഞ്ഞ പോലെ നീ അവനെ കൂടുതൽ ഫീലിങ്സ് അടുപ്പിക്കാതെ. പോട്ടടാ മച്ചു, ഇതൊക്കെ ഇപ്പോഴെങ്കിലും അറിഞ്ഞത് നന്നായെന്ന് വിചാരിച്ചാ മതി. അത് ശരിയാ, കല്യാണം കഴിഞ്ഞിട്ട് ഇതൊക്കെ ഇവൻ അറിഞ്ഞിരുന്നെങ്കില് പകച്ച് പണ്ടാരടങ്ങി പോയേനെ. അതിന് കല്യാണം കഴിയാൻ അവള് സമ്മതിച്ചിട്ട് വേണ്ടേ? ഓ സോറി, അവളല്ലല്ലോ, അവൻ, നമ്മുടെ അപ്പുമോൻ. സസ്പെൻഷൻ കഴിഞ്ഞ് ഇങ്ങ് വരട്ടെ ആ മുതല്. നമ്മുടെ വക ഒരു ഗംഭീര സ്വീകരണം കൊടുക്കണം ആ അപ്പുക്കുട്ടന്. അതിന് അവളിനി ഇങ്ങോട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. രണ്ടുപേരും കൂടി ഒളിച്ചോടിപ്പോയി കല്യാണം കഴിച്ച് ജീവിക്കാനാവും പരിപാടി. ഒന്ന് നിർത്തുന്നുണ്ടോ നിങ്ങൾ? ഇതൊക്കെ നിങ്ങളോടൊന്ന് പറഞ്ഞാ എന്നെ പറഞ്ഞാ മതിയല്ലോ. നീ വെറുതെ ടെൻഷൻ അടിക്കാതെ. ദൈവം പറഞ്ഞതുപോലെ നമ്മളിത് സെലിബ്രേറ്റ് ചെയ്യാ വേണ്ടത്. ഒന്നുമില്ലെങ്കിലും നീ ഒരു വലിയ നാണക്കേടിന്നല്ലേ രക്ഷപ്പെട്ടത്. നിങ്ങളൊക്കെ പറയുന്ന കേട്ടാ തോന്നും മാളവികയ്ക്കാണ് എന്തോ കുഴപ്പമുള്ളതെന്ന്. മച്ചു, കുഴപ്പം അപൂർവയ്ക്കാണെങ്കിലും അതിന്റെ സൈഡ് എഫക്റ്റ് മാളവികയ്ക്ക് ഉണ്ടാവാതിരിക്കോ? അവര് തമ്മിൽ അത്രയ്ക്ക് അടയും ചക്കരയും ആയിരുന്നല്ലോ. ഒന്നുമല്ല, നല്ല സൗഹൃദത്തിനപ്പുറം അവരുടെ റിലേഷനിൽ മറ്റൊന്നുമില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പാ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ മാളവിക ആദ്യം തന്നെ ഈ പ്രപ്പോസൽ എതിർത്തേനെ. എനിക്കറിയാം, ഇപ്പോഴും ഇതിൽ നിന്ന് അവൾ പിന്മാറാൻ ഉദ്ദേശിക്കുന്നത് അപൂർവയെ പേടിച്ചിട്ട് മാത്രമാ. പക്ഷേ ഇനി അതൊന്നും അവളുടെ പേരൻസ് അംഗീകരിച്ച് കൊടുക്കില്ല. ഞാനായിട്ട് ഈ പ്രപ്പോസലിൽ നിന്ന് മാറിയാലും അവളുടെ അച്ഛനും അമ്മയും വേറെ ആരെങ്കിലും കണ്ടുപിടിച്ച് അവരുടെ വിവാഹം നടത്തും. അപൂർവയെ അവർക്കും പേടിയായി തുടങ്ങി. അത് ശരി, അപ്പൊ അവളെ വേറെ കെട്ടിക്കാൻ പോകുന്നതിലാണ് നിനക്ക് വിഷമം എന്നുവെച്ചാ മാളവിക മുരളി ഇപ്പോഴും നിന്റെ മനസ്സിലുണ്ടെന്ന് അല്ലേ മോനെ? അതവന്റെ മുഖം കണ്ട അറിയില്ലേ? മാളവികയുടെ കാര്യത്തില് ഇത്രയ്ക്ക് നീ കോൺഫിഡന്റ് ആണെങ്കില് ഇത് പ്രൊസീഡ് ചെയ്യുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒറ്റ കാര്യം നീ ഉറപ്പുവരുത്തണം, ഇനി അവള് അപൂർവയായിട്ട് സോറി നമ്മുടെ അപ്പുക്കുട്ടനുമായിട്ട് കമ്പനി അടിക്കില്ലാന്ന്. അങ്ങനെ ഉണ്ടെങ്കിലും മാത്രമേ നിനക്ക് ഈ പ്രപ്പോസലിൽ താല്പര്യമുണ്ടെന്ന് പറയുക. എല്ലാവരും എല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് ഇനി അപ്പുക്കുട്ടന്റെ ഉദ്ദേശമൊക്കെ വേറെ ലെവലിലായിരിക്കും.
അതിനു മുമ്പ് നീ മാളവികയെ പറഞ്ഞ് സെറ്റാക്കണം. ശരിയാ, നീ പറഞ്ഞ പോലെ മാളവികയുടെ മനസ്സിൽ അങ്ങനെയൊന്നും ഇല്ലായിരിക്കും. പക്ഷേ അപ്പുവിന്റെ മനസ്സും ആറ്റിറ്റ്യൂഡൊക്കെ പ്രശ്നമാണ് മോനെ. അതുകൊണ്ട് നീ നിന്റെ കണ്ടീഷനിൽ ഉറച്ചു നിന്നേക്കണം. ഓക്കെ? നീ എങ്ങോട്ടാ അപ്പു? ഒന്ന് പുറത്തു പോണം. എവിടെയാ പോണെന്ന് പറഞ്ഞിട്ട് പോ. ഒന്ന് പാർലർ വരെ പോണം. പാർലറിലോ? പിന്നെ കുറച്ച് പർച്ചേസും ഉണ്ട്. ഞാനത് നിന്നോട് അങ്ങോട്ട് പറയാനിരിക്കുകയായിരുന്നു. മുഖവും സ്കിന്നും ഒക്കെ ആകെ കരിവാളിച്ചു. അതെങ്ങനെയാ? ആ വക കാര്യങ്ങളിലൊന്നും നിനക്കൊരു ശ്രദ്ധയില്ലല്ലോ. മാളുവാണെങ്കിൽ ഒരു ഇത്തിരി സമയം കിട്ടിയാ അപ്പ ഓടും പാർലറിലേക്ക്. അപ്പു, നീ തനിച്ചാ പോകുന്നേ? അതെ. എന്താ? അല്ല, പാർലറിലേക്ക് പോവാൻ മാളു കൂടെ വരുന്നുണ്ടെങ്കിൽ അവളെ കൂടെ വിളിച്ചോ. അവൾക്കാവുമ്പോ കുറെ ടിപ്സൊക്കെ അറിയാലോ. അതുകൊണ്ട് ചോദിച്ചതേ ഉള്ളൂ. ഞാൻ തനിച്ചാ പോന്നെ. മാളൂന് അറിയാവുന്ന ടിപ്സൊന്നും എനിക്ക് പ്രയോജനം ചെയ്യും തോന്നുന്നില്ല. എന്നാ നീ ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യ്. ഞാൻ പെട്ടെന്ന് റെഡി ആയിട്ട് വരാം. നമുക്ക് രണ്ടുപേരും കൂടെ പോവാം. എനിക്കും ഒന്ന് ഹെന്ന ചെയ്യണം. വേണ്ട, അമ്മ പിന്നെങ്ങാനും പോയാൽ മതി. എനിക്ക് 1-2 അടുത്തോട്ട് കയറാനുണ്ട്. ഡോക്ടർ മറുപടി ഒന്നും പറഞ്ഞില്ല. സി മിസ്റ്റർ പണിക്കർ, വേണമെങ്കിൽ നിങ്ങളുടെ മകളുടെ ഈ അവസ്ഥയെ ജെൻഡർ ഐഡന്റിറ്റി ഡിസോർഡർ എന്നൊക്കെ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. ബട്ട് യു നോ, അതൊരു രോഗമല്ല. ഇറ്റ്സ് എ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. ഇനി എന്തുകൊണ്ട് അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ ദൈവത്തിനറിയാം എന്നുള്ളത് ഏറ്റവും എളുപ്പമുള്ള ഉത്തരം. പക്ഷേ ഡോക്ടർ, ഈ ഒരു മാനസികാവസ്ഥയെ പ്രോപ്പർ കൗൺസിലിംഗ് കൊണ്ട് മറികടക്കാൻ പറ്റുമല്ലോ അല്ലേ? പറ്റിയേക്കാം. ചില കേസുകൾ, വളരെ വിരളമായ ചില കേസുകൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഭൂരിപക്ഷം കേസുകളിലും കൗൺസിലിംഗ് സക്സസ് ആകാറില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ സൊസൈറ്റിയെ പേടിച്ച്, വീട്ടുകാരുടെ നിർബന്ധത്തിനും ഭീഷണിക്കും വഴങ്ങി, സ്വന്തം മനസ്സിനെ സപ്രസ് ചെയ്ത് ജനിച്ച ജെൻഡറിൽ തന്നെ ജീവിക്കാൻ വിധിക്കപ്പെട്ടവരുമുണ്ട്. സ്വന്തം മനസ്സിനെയും സത്വത്തെയും അടിച്ചമർത്തി ഒടുവിൽ ആ പ്രഷർ താങ്ങാനാവാതെ അവരിൽ പലരും ആത്മഹത്യയിൽ അഭയം പ്രാപിക്കുകയോ അരാജജീവിതം തിരഞ്ഞെടുക്കുകയോ ചെയ്യാം. അതിലും എത്രയോ നല്ലതാ ആഗ്രഹിച്ച ജെൻഡറിൽ അവരെ ജീവിക്കാൻ അനുവദിക്കുന്നത്. മറ്റുള്ളവരെ പോലെ സന്തോഷത്തോടെയും ആത്മാഭിമാനത്തോടെയും ജീവിക്കാനുള്ള അവകാശം എല്ലാ അവകാശവും അവർക്കും ഇല്ലേ?
എന്താ പണിക്കർ, അതൊരു ഹ്യൂമൻ റൈറ്റിന്റെ വിഷയമല്ലേ? അതൊക്കെ ഞാനും സമ്മതിക്കുന്നു ഡോക്ടർ. മാറി നിന്ന് ന്യായീകരിക്കാൻ ആർക്കും എളുപ്പമാണ്. സ്വന്തം കുടുംബത്തിൽ ഇതുപോലെ ഒരാളുണ്ടാവുമ്പോഴേ അതിൻ്റെ വേദനയും അപമാനമൊക്കെ അവർക്ക് മനസ്സിലാവുള്ളൂ. യെസ്, നിങ്ങളുടെ ഫീലിങ്സ് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളുമായി ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ. തീരുമാനം അത് നിങ്ങളുടേത് മാത്രം. അപ്പോൾ കൗൺസിലിങ്ങും ട്രീറ്റ്മെൻറ്റും കൊണ്ട് പൂർണ്ണമായും പ്രയോജനമില്ലെന്നാണോ ഡോക്ടറുടെ അഭിപ്രായം? പറഞ്ഞല്ലോ, ഇറ്റ് ഡിപ്പെൻസ്. അതൊരാളുടെ മനോനിലയെ ആശ്രയിച്ചിരിക്കും. ഫോർ എക്സാമ്പിൾ, മദ്യത്തോട് കടുത്ത ആസക്തിയുള്ള ഒരാളെ നിർബന്ധിച്ചും ഭീഷണിപ്പെടുത്തിയും ഡി അഡിക്ഷൻ സെന്ററിലേക്ക് കൊണ്ടുപോയി ഉപദേശിച്ചും ട്രീറ്റ് ചെയ്തും അയാളിലെ മദ്യാസക്തി കുറയ്ക്കാൻ ശ്രമിക്കുന്നു എന്നിരിക്കട്ടെ. മദ്യപാനം തന്നിലും തൻ്റെ വീട്ടിലും സമൂഹത്തിലും ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെപ്പറ്റി അയാൾ ആ സമയത്തേക്ക് മാത്രം ഒന്ന് ബോധവാനാകും. പക്ഷെ പിന്നീട് എപ്പോഴെങ്കിലും, അല്ലെങ്കിൽ മദ്യപിക്കാൻ അയാൾക്ക് കിട്ടുന്ന ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ മറ്റെല്ലാ വിലക്കുകളെയും പ്രശ്നങ്ങളെയും മറന്നുകൊണ്ട് അയാൾ തന്നിലെ മദ്യപനെ പൂർണ്ണമായും ആശ്രയിക്കും. ശരിയല്ലേ? അതുപോലെ തന്നെയാണ് ഒരു ട്രാൻസ്പേഴ്സന്റെ മനസ്സും. എത്ര അടിച്ചമർത്തിയാലും തന്നിലെ സഹജമായ ജെൻഡർ ഇൻട്രസ്റ്റ് പ്രകടിപ്പിക്കാൻ കിട്ടുന്ന ഏറ്റവും അടുത്ത നിമിഷം അയാളത് പ്രകടിപ്പിച്ചിരിക്കും. ഇനി അതിനുള്ള അവസരം നമ്മൾ ബോധപൂർവം കൊടുക്കുന്നില്ല എന്ന് തന്നെ ഇരിക്കട്ടെ, അത് ആ വ്യക്തിയെ കടുത്ത വിഷാദരോഗിയാക്കും. പിന്നീട് അയാളുടെ മുന്നിൽ അവശേഷിക്കുന്നത് സ്വയം അവസാനിപ്പിക്കുക എന്നുള്ള ഒറ്റ മാർഗം മാത്രമായിരിക്കും. അതിലും എത്രയോ ഭേദമാ അയാളെ അയാളുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ അനുവദിക്കുന്നത്. മകളുടെ കാര്യത്തിൽ എന്ത് വേണമെന്ന് മിസ്റ്റർ വിജയ് വ്യക്തമായി ആലോചിക്കും. എടുക്കുന്ന തീരുമാനം മകൾക്കും നിങ്ങൾക്കും ദോഷകരമാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അയിനോ, ഒരച്ഛനെന്ന നിലയിൽ നിങ്ങൾക്കിതൊക്കെ ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ലോകത്തെ കുറച്ചുകൂടി വിശാലമായ ഒരു രീതിയിൽ നോക്കിക്കാണുന്ന ഒരാളെന്ന നിലയിൽ നിങ്ങൾക്ക് അപൂർവയെ അവളുടെ ഇഷ്ടത്തിനും താല്പര്യത്തിനും വിട്ടുകൊടുക്കാൻ നോ, നെവർ. ഒരു രീതിയിലും ഒരിക്കലും എനിക്ക് അവളെ അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു കോമാളി വേഷം കെട്ടാനല്ല ഞാൻ എൻ്റെ മോളെ ഇതുവരെ വളർത്തിയത്. പെണ്ണായിട്ടാണ് അവൾ ജനിച്ചതെങ്കിൽ പെണ്ണായിട്ട് തന്നെ അവൾ ജീവിക്കും. അതിനുള്ള വഴി എനിക്കറിയാം. ഓക്കെ ഡോക്ടർ. അരുണിനോട് ഇതാര് പറഞ്ഞു? പറഞ്ഞതാരെങ്കിലും ആയിക്കോട്ടെ, സംഗതി സത്യമല്ലേ? അപ്പു എന്ന പേര് തന്റെ ഫ്രണ്ടിന് ഇപ്പോഴാ ശരിക്കും ചേരുന്നേ. അല്ല, തനിക്ക് ഈ സംഭവം നേരത്തെ അറിയാമായിരുന്നു അല്ലേ? അറിയാമായിരുന്നു. നേരത്തെ എന്ന് വെച്ചാ ഒരുപാട് മുൻപേ അറിയായിരുന്നോ? അപ്പോ ഇക്കാര്യം ആദ്യം ഷെയർ ചെയ്തത് എന്നോടായിരുന്നു. അപ്പോ അത് അറിഞ്ഞു വെച്ചിട്ടും താൻ പിന്നെ ആ കുട്ടിയുടെ കൂടെ ചുറ്റിക്കറങ്ങാനും റൂം ഷെയർ ചെയ്യാനും തയ്യാറായി അല്ലേ? യെസ്. അതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പം തോന്നിയോ അരുണ്? താൻ എന്തെന്നെ കളിയാക്കാണോ? അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരാളുടെ കൂടെ ഇത്രയും ഇന്റിമസിയോടെ പെരുമാറിയ എന്താ അതിനർത്ഥം? എന്തർത്ഥം? ഞാൻ നോക്കിയിട്ട് ഫ്രണ്ട്ഷിപ്പ് എന്നൊരർത്ഥേ ഉള്ളൂ അതിന്. നോ, മറ്റ് പലരും കാണുന്നത് അങ്ങനെ ഒരു അർത്ഥത്തിലാവണമെന്നില്ല. മറ്റു പലരുടെയും കാര്യം അവിടെ നിൽക്കട്ടെ. അരുൺ എങ്ങനെയാ കാണുന്നത് അത് പറയൂ ആദ്യം. സി മാളവിക, അല്ലെങ്കിൽ തന്നെ ക്യാമ്പസിൽ നിങ്ങളെക്കുറിച്ച് ഓരോരുത്തർ പറയുന്ന കഥകൾ കേട്ട് ആകെ ഭ്രാന്ത് പിടിച്ചിരിക്കാൻ ഞാൻ. അതിൻ്റെ കൂടെ ഇതും കൂടി കേൾക്കുമ്പോൾ സത്യം പറയാലോ, കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ എൻ്റെ ചേച്ചിക്കും അളിയനും ഈ റിലേഷനിലുണ്ടായിരുന്ന എല്ലാ താല്പര്യവും പോയി. എന്നിട്ടും ഞാൻ വാശി പിടിച്ച് നിൽക്കുന്നോണ്ടാ അവരിപ്പോഴും പകുതി സമ്മതത്തിൽ നിൽക്കുന്നത്. എങ്കിൽ അരുൺ അവരോട് പറയേ ഇത്രയും കഷ്ടപ്പെട്ട് ഈ റിലേഷന് സമ്മതിക്കണ്ടെന്ന്. മാളവിക, താൻ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കണം? അരുണിനും ഇയാളുടെ വീട്ടുകാർക്കും
എന്നെയാണോ വിശ്വാസം, അതോ എന്നെ അപ്പൂനെയും കുറിച്ച് ഇല്ലാ കഥകൾ പറഞ്ഞുണ്ടാക്കുന്നവരെയാണോ? അത് പറയേ. ഓക്കെ ഞാനൊരു തർക്കത്തിനില്ല. ഒറ്റ കണ്ടീഷൻ, നമ്മുടെ റിലേഷൻ ഇനി മുന്നോട്ട് പോകണമെങ്കിൽ ഞാൻ പറയുന്ന ഒരു കാര്യം ഇയാൾ സമ്മതിക്കണം. ഇനി അപൂർവയുമായി തനിക്ക് പഴയതുപോലെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവാൻ പാടില്ല. ഐ മീൻ, കണ്ടാൽ ഒരു ഹായ് ബായിക്ക് അപ്പുറം ഒരടുപ്പവും വേണ്ടാന്ന്. പിന്നെ ആ കുട്ടിയുമായി ബുള്ളറ്റ് കറങ്ങാനോ ഷോപ്പിങ്ങിന് പോവാനോ ഒരുമിച്ച് റൂം ഷെയർ ചെയ്യാനോ. സ്റ്റോപ്പ് ചരുൺ, ഇനി പറയണമെന്നില്ല. സംസാരം തുടങ്ങിയപ്പോഴേ തോന്നിയിരുന്നു ഇയാൾ ഇവിടേക്ക് തന്നെയാ വരുന്നതെന്ന്. തുറന്നു പറഞ്ഞതില് ഒരുപാട് സന്തോഷം. ഇത്ര കഷ്ടപ്പെട്ടും കണ്ടീഷൻസ് വെച്ചും ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് തീരെ താല്പര്യമില്ല. പിന്നെ മിസ്റ്റർ അരുൺ ഭാസ്കർ, ഒരു കാര്യം മനസ്സിലാക്കിയാൽ നല്ലത്. ഞാനോ എന്റെ വീട്ടുകാരോ അല്ല ഈ പ്രപ്പോസലിന് മുൻകൈ എടുത്ത് ആദ്യം വന്നത്. ഉടനെ ഒരു വിവാഹം എന്നുള്ളത് എന്റെ സ്വപ്നത്തിൽ പോലും ഇല്ലായിരുന്നു. എന്നിട്ടും ഈ പ്രപ്പോസലിന് ഞാൻ സമ്മതം പറഞ്ഞത് എന്റെ അപ്പോന്റെയും റിലേഷൻ ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കിയ ഒരാളാണെന്ന് തോന്നിയതുകൊണ്ടാ. എന്റെ ധാരണ തെറ്റായിരുന്നു എന്ന് ഇപ്പൊ അരുണായിട്ട് തന്നെ തെളിയിച്ചു തന്നു. സന്തോഷായി. മാളവിക, ഞാൻ സോറി അരുൺ, ഇനി നമ്മൾ തമ്മിൽ ശരിയാവില്ല. പറഞ്ഞല്ലോ, കണ്ടീഷൻസ് വെച്ചുള്ള ഒരു അഫെയറോ റിലേഷനോ എനിക്ക് തീരെ താല്പര്യമില്ല. ഇനി ഇതും പറഞ്ഞ് ഇയാളോ ഇയാളുടെ വീട്ടുകാരോ എന്റെ വീട്ടിലേക്ക് വരികയും വേണ്ട. അങ്ങനെ വന്നാലും ഞാൻ ഈ ബന്ധത്തിന് ഇനി സമ്മതിക്കില്ല. ഓ, തനിക്കിപ്പോ അവളെ അല്ല അവനെ മതിയല്ലോ എല്ലാത്തിനും. അതിന്റെ അഹങ്കാരമായിരിക്കും. താങ്ക്സ്. തനിക്കല്ല, അപ്പൂന്. കാണുമ്പോഴുള്ള ഈ അയ്യോ പാവം ലുക്കിനപ്പുറം ഇയാളൊരു ഫ്രോഡാണെന്ന് അപ്പു എന്നോട് ആദ്യമേ പറഞ്ഞിരുന്നു. അത് സത്യമാണെന്ന് താൻ തന്നെ ഇപ്പൊ തെളിയിച്ചു. ഗുഡ് ബൈ. പോയിട്ട് എന്തായി? ഡോക്ടറെ കണ്ടോ? കണ്ടു. എന്താ ഡോക്ടറിന്റെ അഭിപ്രായം? നമുക്കൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ അയാൾ പറയുന്നു. എന്നുവെച്ചാൽ എന്താ, അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് അവളെ ജീവിക്കാൻ വിടുന്ന നല്ലതെന്ന്. അയാൾക്ക് അങ്ങനെയൊക്കെ പറയാം. എന്നുവെച്ചാൽ നമുക്ക് അങ്ങനെ പറ്റില്ലല്ലോ. കുറച്ചുകൂടി എക്സ്പെർട്ടായ ഒരു ഡോക്ടറെ കാണേണ്ടിയിരിക്കുന്നു. എന്റെ പരിചയത്തിൽ അങ്ങനെ ചിലരുണ്ട്. നല്ല കൗൺസിലിംഗ് കിട്ടിയാ മാറ്റിയെടുക്കാവുന്നേ ഉള്ളൂ ഈ പ്രോബ്ലം. ചായ എടുക്കട്ടെ? വേണ്ട. അപ്പോ ഇവിടെ എന്താ, അവളിവിടെ ഇല്ലേ? ഉണ്ട്, റൂമിലുണ്ട്. മാളുണ്ടോ കൂടെ? ഇല്ല, അവൾ തനിച്ച. അതെ, ഇപ്പൊ അവളെ കാണാതിരിക്കുന്നതാ നല്ലത്. അതെന്താ? അത് വേണ്ട.